റിസീവിങ് ഗിഫ്റ്റ്, സമ്മാനങ്ങൾ കൈമാറണം. സമ്മാനങ്ങൾ. ചിലരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ വണ്ടിക്കൂലി കഷ്ടപ്പെട്ട ഇവിടം വരെ വന്നത്, ഇനിയിപ്പോൾ ഈ സമ്മാനം. ഈ വിലയുള്ള സമ്മാനമൊന്നുമല്ല, കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ, കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ. കുടുംബത്തിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ. ഇപ്പോൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മറ്റുള്ളവർക്ക് കൊച്ചു 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 കാര്യങ്ങൾ, അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നാലാമതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്ന ആക്ട് ഓഫ് സർവീസ് എന്നാണ് പറയുന്നത്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. ചേട്ടന്മാരെ, വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കളയിലോട്ടൊന്ന് ചെല്ലണം. കയറാറുണ്ടോ? അതോ ഇവിടെ വന്നില്ലേ, ആയില്ലേ, എവിടെയാണ്? ആ ഭാഷ മാറ്റിയിട്ടേ ഒന്ന് അടുക്കളയിലോട്ടൊക്കെ ചെല്ലാം. ആ അടുക്കളയിലൊക്കെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് പോയി കാണൂ. എന്നിട്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ പാത്രമൊക്കെ കഴുകാൻ സഹായിക്കൂ. എന്തൊരു സന്തോഷമായിരിക്കുന്നത്. കൊച്ചു 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 പ്രവർത്തികൾ, ആക്ട് ഓഫ് സർവീസ്. ഇത് ഭർത്താക്കന്മാരോട് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കുഞ്ഞു 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 കാര്യങ്ങൾ, വലിയ കാര്യങ്ങളല്ല, പ്രവർത്തികൾ, ചില കാര്യങ്ങൾ, ഒരു സഹായം മതി, അവരുടെ ഉള്ളിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അഞ്ചാമതായിട്ട് പറയുന്നൊരു കാര്യം ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യതയോടുകൂടെ ആ വ്യക്തിയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ മാന്യമായിട്ടുള്ളൊരു സ്പർശനം. മാതാപിതാക്കളെ, മക്കളെ നിങ്ങൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? അതെങ്ങനെയാ അച്ഛാ? അതിന് കാണണ്ടേ, കണ്ടിട്ട് വേണ്ട കെട്ടിപ്പിടിക്കാൻ. അത് രാത്രിയിൽ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ അവൻ്റെ പൊക്കം കാണണം, അവൻ്റെ മീശ കാണണം, വലിയ മനുഷ്യനായ അച്ഛാ, എനിക്ക് പേടിയാ അച്ഛാ, അവൻ്റെ ചില വായിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കും. സ്വന്തം മക്കളെ മാതാപിതാക്കൾ കെട്ടിപ്പിടിക്കാനും ചേർത്ത് പിടിക്കാനും നിങ്ങൾ മനസ്സ് കാണിച്ചാൽ മക്കൾ വീട്ടിലുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. മക്കളാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മക്കളെ മാതാപിതാക്കളെ ചേർന്നിരിക്കാനായിട്ട്. പണ്ടൊക്കെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് സ്തുതി ചൊല്ലി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഉമ്മ കൊടുക്കുമായിരുന്നു. നിങ്ങൾ ചിന്തിക്കൂ, മക്കളെ എത്ര നാളായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട്? നാട്ടുകാർക്കല്ലെന്ന്, വീട്ടിലെ സ്വന്തം മാതാപിതാക്കൾക്ക്. അപ്പുറത്തുള്ളവർക്ക് ഇപ്പുറത്തുള്ളവർക്കും കൊടുക്കാൻ വലിയ ഉത്സാഹമാണല്ലോ. സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കൾക്ക്. ഇത് മാതാപിതാക്കൾ നേരെ തിരിച്ചും. ഇത് കൊടുത്ത് വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഉറപ്പിച്ചോണം, നാട്ടുകാർ റെഡി ആയിട്ടിരിക്കുക ഇതാ കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സ്നേഹം പ്രായോഗിക തലത്തിൽ, പ്രായോഗികമായി പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം, പന്തക്കുസ്ത അനുഭവം എന്നൊക്കെ പറയണത് എൻ്റെ വീട്ടിൽ എൻ്റെ സ്വഭാവ രീതികളിൽ ഞാൻ അനുഭവിക്കണം. സ്വരത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.